വെൽക്കം ബാക്ക് ടു again and again മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോമ്പ് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ കോമ്പ് ചീപ്പ്, നമ്മൾ തല ചീകുന്ന ചീപ്പുണ്ടല്ലോ, അതിപ്പം പേൻ ചീപ്പാവാം, സാധാ ചീപ്പാകാം, ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എന്തും ആയിക്കോട്ടെ, എന്ത് നമ്മൾ സ്കാൾപ്പിൽ ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ പാക്കുകളാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന ചീപ്പാണെങ്കിലും നമ്മുടെ ടവലാണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ഹെൽത്തി ആയിട്ട് ഉണ്ടാവണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ എഫക്റ്റ് പയ്യെ ഇതിപ്പോൾ ഞാൻ പറയുന്നത് ചിലർ കാണുന്നത് വിചാരിക്കും ഇതൊക്കെ തന്നെ ഈ പെണ്ണ് പറയുന്നത് എന്ന് വിചാരിക്കരുത്. കാരണം സ്കാൾപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ റൂട്ട് സ്കാൾപ്പൊക്കെ ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പ് അതുപോലെ തന്നെ ടവല് കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും തന്നെ ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതലും പ്രശ്നം എന്ന് പറഞ്ഞാൽ താരൻ പോലുള്ള ഇഷ്യൂസ് നമുക്ക് മാറ്റാനായിട്ട്, അതായത് 100% മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം കറക്റ്റായിട്ടും ഫോളോ ചെയ്തിട്ടുണ്ടാവണം. അതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എനിക്ക് നല്ല കമൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ഇപ്പോൾ 1-2 വീഡിയോസിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ ചമ്മലായിരുന്നു ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ. ആരെങ്കിലും കണ്ടാലും എന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരാത്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് ബഹളം അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതൊക്കെ കുറച്ചും കൂടി വീഡിയോയ്ക്ക് നല്ലതാണെന്നൊക്കെ ഇങ്ങനെ കുറച്ച് കമൻസൊക്കെ ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ മാക്സിമം ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോസ് ഇടാൻ എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, ചില സമയത്ത് എനിക്ക് മടിയായിരിക്കും, ചില സമയത്ത് എനിക്ക് ടൈം കിട്ടാറില്ല. പിന്നെ നമ്മളൊരു കണ്ടൻറ്റ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ ഒരു 100%-ലേക്കെങ്കിലും കൊണ്ടുവരണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ചില സമയത്തൊക്കെ ഞാൻ സ്കിപ്പാക്കുന്നത്. പിന്നെ ഞാൻ കൂടുതലും ഷോർട്ട് വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇനി തൊട്ട് ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. കോമ്പ് ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആവശ്യകതകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ താരൻ പോലുള്ള ഇഷ്യൂസ്, നമ്മളിപ്പോൾ ഒരു വൺ ടൈം യൂസ് ചെയ്ത് ഒരു കോമ്പ്, ഒരു താരൻ ഉള്ള ആളുടെ ഒരു കോമ്പ് നമ്മൾ വൺ ടൈം യൂസ് ചെയ്ത് അപ്പം തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കാൾപ്പ് ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ ആ റാഷസ് നമ്മുടെ ഹെയറിൻ്റെ സ്കാൾപ്പിലേക്ക് അല്ലെങ്കിൽ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ കോമ്പ് നമ്മൾ എപ്പോഴും എവിടെ പോയാലും നമ്മുടെ ബാഗിൽ, നമ്മളിപ്പോൾ ബാഗ് അങ്ങനെയായിട്ട് അടിക്കുക പോകുന്നുണ്ടാവുക, നമ്മൾ തന്നെ കോമ്പ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ പേൻ ചീപ്പൊക്കെ ചിലപ്പോൾ ഒരു വീട്ടിൽ ഒന്നേ ഉണ്ടാവത്തുള്ളൂ, അതിങ്ങനെ പല ആൾക്കാരായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെയും ചെയ്യാണ്ട് ഇരിക്കുക. കാരണം ഇപ്പോൾ നമുക്കിപ്പോൾ പേൻ ചീപ്പാണെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അതിൽ പേൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അത് നമ്മുടെ തലയിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ താരൻ പല റാഷസ്, താരൻ മാത്രമല്ല പല റാഷസ് ഉണ്ടാവും നമുക്ക് തലയിൽ, പെട്ടെന്ന് പകരുന്ന ടൈപ്പ്. പിന്നെ കൂടുതലും ഈ എണ്ണ നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഹെയർ നന്നായിട്ട് ചീകുമ്പോഴൊക്കെ നല്ല ചെളിയൊക്കെ പോലെയൊക്കെ ഇങ്ങനെ കോമ്പിൽ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചീപ്പുകളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ തന്നെ ചീപ്പാണെങ്കിൽ പോലും അത് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ സൂര്യൻ കണ്ണിലേക്ക് അടിക്കുക, ഇച്ചിരി മാറ്റി വെക്കട്ടെ. അപ്പോൾ നമ്മളാണെങ്കിൽ പോലും നമ്മുടെ ചീപ്പിന് അങ്ങനെ ഒരു സ്ഥിതിയിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ താരൻ കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോമ്പും ടവലും ഡെയിലി ക്ലിയർ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റിൻ്റെ കവറ് ഡെയിലി ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ചിലരുണ്ട് 1-2 ആഴ്ച കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യാതെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. പതിയെ നമ്മുടെ സ്കാൾപ്പിൻ്റെ ഹെൽത്ത് കുറഞ്ഞു വന്നിട്ട് നമുക്ക് പല ഹെയർ സ്കാൾപ്പ് ഇഷ്യൂസ് എല്ലാം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഒരു നോർമൽ രീതിയിൽ എങ്ങനെയാണ് കോമ്പ് ക്ലിയർ ചെയ്ത് വെക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബക്കറ്റിൽ ഇതുപോലെ സാധാ പച്ചവെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ചെറിയ ചൂടുവെള്ളമാണെങ്കിലും കുഴപ്പമില്ല, സാധാ പച്ചവെള്ളം തന്നെ മതിയാവും. അതിൻ്റെ അകത്തേക്ക് സോപ്പ് പൗഡറാണ് ആഡ് ചെയ്തേക്കുന്നത്. നല്ല ചെളിയൊക്കെയുള്ള ചീപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇനി അല്ല നമ്മൾ ഡെയിലി അല്ലെങ്കിൽ വീക്കിലേക്ക് ഇത് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സോപ്പോ നമ്മൾ ബ്രഷിലൊന്ന് ജസ്റ്റ് ഒന്ന് സോപ്പ് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് കുറേ ചീപ്പൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് നേരം മുക്കി വെക്കുന്നുണ്ട്. ഇതിൽ ഞാൻ കുട്ടിയുടെ ചീപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. കുട്ടിയുടെ
തല ചീകുന്ന ചീപ്പ് പ്രത്യേകം ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട്. കാരണം കുട്ടികളുടെ സ്കാൾപ്പൊക്കെ അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നതിൻ്റെ കുറവ് മൂലമാണ് അവർക്ക് ഇങ്ങനത്തെ താരം പോലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നത്. മെയിനായിട്ട് ഈ ചീപ്പൊക്കെ മാറ്റി യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഒരു പ്രശ്നം. അതുപോലെ തന്നെ ടവല് കാര്യങ്ങളൊക്കെ പിന്നെ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. കാരണം അപ്പം നമുക്ക് നല്ലൊരു ഫ്രഷ് ലുക്കിലേക്ക് നമ്മുടെ കോമ്പ് വരും. ഇതുപോലെ തന്നെ താരനൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ എന്താണെങ്കിലും ചെയ്ത് കൊടുക്കണം. താരനൊന്ന് കുറഞ്ഞു വരുമ്പോഴായിരിക്കും നമ്മൾ പിന്നെ ഈ ചീപ്പേനെ ഉപയോഗിച്ച് പിന്നെയും കൂടും. നന്നായി വെള്ളം തിളപ്പിച്ചതിന് ശേഷം പിന്നെ ഒരു ബക്കറ്റിലേക്ക് ഇത് മാറ്റിയിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് അവിടെ മുക്കി വെക്കുക. ഇങ്ങനെ ചെയ്താൽ തന്നെ കുറേ ഇഷ്യൂസ് നമ്മുടെ ഹെയറിന് മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നില്ലാത്തവർ ഈ ഒരു രീതി ഫോളോ ചെയ്യണം. കോമ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെയറിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. നല്ല ചെളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നന്നായിട്ട് കുതിർത്തൊക്കെ വെച്ചിട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. അതുപോലെ തന്നെ ഈ നമ്മൾ ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കുന്ന സമയത്ത് ചിലർ ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. നല്ല തിളച്ച വെള്ളത്തിൽ മുക്കി വെച്ചാൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ നമ്മുടെ തന്നെ ചീപ്പ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വേറെ ഏതെങ്കിലും ചീപ്പ് യൂസ് ചെയ്യാനായിട്ട് വരാണ്ടിരിക്കട്ടെ, വരുവാണെങ്കിൽ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ സ്കാൾപ്പ്, നമുക്ക് അറിയില്ലല്ലോ അവർക്കിപ്പം അങ്ങനെ ഉണ്ടോ, റാഷസ് ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ട്, അതിനായിട്ടുള്ള ഹോം റെമഡീസ് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അകന്ന കോമ്പ് നമ്മളിങ്ങനെ ഹെയറിന് എന്താ പറയുക കെട്ടുകൂടുന്നൊക്കെ കളയാനായിട്ട് യൂസ് ചെയ്ത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെയും പറഞ്ഞിട്ട് എല്ലാവർക്കും ആവർത്തന വിരസത വരുത്തുന്നില്ല. ദെൻ നമ്മൾ അടുത്ത ചീപ്പുകളൊക്കെ ഇങ്ങനെ അകലം കുറഞ്ഞ ചീപ്പുകളൊക്കെ നമ്മൾ ഹെയർ സെറ്റ് ചെയ്യുന്ന ടൈമിലൊക്കെ മാത്രം യൂസ് ചെയ്താൽ മതിയായിരിക്കും. നമ്മുടെ സ്കാൾപ്പിന് ഏറ്റവും നല്ലത് അകന്ന ചീപ്പിൻ്റെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ നമ്മളിങ്ങനെ വുഡിൻ്റെ വാങ്ങാൻ കിട്ടും നല്ല അകന്ന്. എനിക്ക് അങ്ങനത്തെ ഒരെണ്ണം വാങ്ങണമെന്നുണ്ട്. ശരിക്കും നല്ല അകന്നൊരു ചീപ്പ് എൻ്റെ കയ്യിലില്ല കേട്ടോ, നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ പിന്നെ വാവയുടെ ചീപ്പ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി മുന്നേ ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീപ്പ് മസ്റ്റായിട്ടും മാറ്റി യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പേൻ ചീപ്പാണെങ്കിൽ ഇപ്പോൾ കുട്ടികളെല്ലാം പേൻ കയറില്ലെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. പേൻ ചീപ്പാണെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന ചീപ്പുകളാണെങ്കിൽ യാതൊരു കാരണവശാലും വേറൊരാൾ, പ്രത്യേകിച്ച് വലിയ ആൾക്കാരൊന്നും യൂസ് ചെയ്യുന്ന ചീപ്പ് യൂസ് ചെയ്യാനേ പാടില്ല. നമുക്കറിയില്ല, കാരണം അവരുടെ സ്കിന്ന് എപ്പോഴും ക്ലിയർ ആയിരിക്കും. നമ്മളായിട്ട് ശ്രദ്ധക്കുറവിൻ്റെ പേരിൽ നമ്മൾ പലതും വരുത്തേക്കേണ്ട ആവശ്യമില്ല. സെപ്പറേറ്റ് തന്നെ യൂസ് ചെയ്യാം. പിന്നെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് ഈ താരൻ, അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ്. ട്രാവലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് ഈ കോമ്പ് നമ്മൾ ഹെൽത്തി ആയിട്ട് വെച്ചാൽ തന്നെ കുറേ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കോമ്പ് ക്ലിയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്കൊരു മെത്തേഡ് ഇതൊക്കെ നോർമലി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ആർക്കെങ്കിലും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ, തീരെ സമയമില്ലാത്ത ആൾക്ക് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഹെയറിന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാർ ഈ ഒരു കുഞ്ഞു കാര്യമാണ് ഞാനെന്ന് പറഞ്ഞത്. ഒരുപാട് വലിയ കണ്ടൻ്റ് ഒന്നല്ല പറഞ്ഞ്, മിക്ക ആൾക്കാർക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ശ്രദ്ധക്കുറവും കൊണ്ട് നമ്മൾ ചെയ്യാൻ മടിയായിട്ട് വരെ ചെയ്യാണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനത്തെ ഹെയറിൻ്റെ സ്കാൾപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം കേട്ടോ. പിന്നെന്താ, ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൂസിൽ ഇങ്ങനെ നമുക്ക് ബാഡ് സ്മെല്ല് നിൽക്കുന്ന അതിനെന്തെങ്കിലും റെമഡീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ആക്ച്വലി ഞാനതിനെ പറ്റിയിട്ട് എനിക്കും കൂടുതൽ അറിയത്തില്ല. ഞാനും ഇതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പഠിച്ചിട്ട് അതിനെപ്പറ്റി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യാത്ത കേട്ടോ. അത് ഞാൻ മസ്റ്റായിട്ടും ചെയ്യാം. പിന്നെ ഡ്രൈവിംഗ് വീഡിയോസ് ചെയ്യാനായിട്ട് ഒരുപാട് ഇപ്പോഴും റിക്വസ്റ്റ് വരാറുണ്ട്. അത് ഞാൻ ചെയ്യാം കേട്ടോ. ഞാനങ്ങനെ പറ്റിക്കൊന്നുമില്ല. കുറേ പേരിനോട് പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.